ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട്, അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ബോണ്ടയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇതിവിടെ വീക്കെൻഡ് ആണല്ലോ, അപ്പം നമുക്ക് ഒരു ചെറിയൊരു സ്നാക്സ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന സ്വീറ്റ് പൊട്ടറ്റോ, ചിലയിടത്ത് ചക്കരക്കിഴങ്ങെന്നും പറയും. ഇവിടെ വടക്കോട്ട് കുറേ സ്ഥലത്തൊക്കെ ചക്കരക്കിഴങ്ങെന്ന് പറയുന്ന കേൾക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ബോണ്ട, അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയത്, ഇത് കപ്പക്കിഴങ്ങ് നമുക്ക് ഇങ്ങനെ തൊലിയോടുകൂടി തന്നെ പുഴുങ്ങാവേ. തൊലിയോടെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ എടുത്താൽ മതി. നല്ല പണ്ടൊക്കെ നമ്മളിങ്ങനെ ചെത്തിയിട്ട് പുഴുങ്ങുമായിരുന്നു. അതിലും നല്ലത് ഇങ്ങനെയാണ്. എന്നിട്ട് തൊലി എടുത്ത് കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഇത് ഞാൻ രാവിലെ പുഴുങ്ങിയിട്ട് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ബാക്കി വന്നതുകൊണ്ട് ഇതിപ്പം കുറച്ച് തണുപ്പുണ്ട്, അത് പ്രശ്നമല്ല. പിന്നെ ഇവിടെ 2 ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത്. ചോപ്പർ ഇല്ലെങ്കിൽ ചോപ്പർ ഇട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്ര ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒരു കപ്പോളം, ഒരു കപ്പ് ഫുള്ള് അല്ല, ഒരു കപ്പോളം, ഏകദേശം 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് റൈസ് പൗഡർ ഇടുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് അത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് റൈസ് പൗഡർ ഇടുന്നത്. ഇനി ഇത് നമ്മളൊരു ബാറ്ററാക്കി, കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററാക്കി മാറ്റി വെക്കാം. പിന്നെ നമ്മളിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത്, ഈ സവോള നമുക്ക് ചെറുതായിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ചച്ചവ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടേണ്ടവർക്ക് മുളക് പൊടി ഇടാം, അല്ലാത്തവർക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പൊടിയുടെ ഒരു പച്ചച്ചവ മാറുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച്, അതായത് ഒന്ന് നന്നായിട്ട് ഉടച്ച് വെച്ച് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കാം. അപ്പം ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമ്മളൊന്നും കൂടെ ഇത് നന്നായിട്ട് ചെറിയൊരു വെള്ളമയമൊക്കെ ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി നല്ലൊരു പരുവത്തിനായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിനകത്തിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നന്നായിട്ട് നമ്മൾ ഇതിനകത്ത് കറിവേപ്പില അരിഞ്ഞ് ചേർക്കണം. ചെറിയ പീസായിട്ട് അരിഞ്ഞ് കറിവേപ്പില ഇതിനകത്ത്. കറിവേപ്പില വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ കുരുമുളക് പൊടി ഇടുന്നവർക്ക് കുരുമുളക് പൊടി ഇടാം. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. വേണമെങ്കിൽ കുറച്ച്, ഒരുപാട് വേണ്ട, കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതുപോലെ ഗരം മസാല ഇടാൻ താല്പര്യമുള്ളവർക്ക് ഗരം മസാല ഇടാം. അപ്പം ഞാനിത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടുക. ചിലർക്ക് ഗരം മസാല ഇടുന്നത് ഇഷ്ടമല്ല. ഇവിടെ എല്ലാവർക്കും ഗരം മസാലയൊക്കെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ചെറുതായിട്ട് ഒരു നുള്ള് ഇത്ര മതി. പിന്നെ പെപ്പർ പൗഡർ ഇപ്പോൾ ഇടുന്നില്ല, കാരണം ചില്ലി പൗഡറും അതുപോലെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി എരിവരെ കൊണ്ടുതരാം. അപ്പം നമുക്ക്
ഇതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇവിടെ ഈ ബാറ്റർ എന്ന് വെച്ചാൽ ഞാൻ മുൻപേ പറഞ്ഞില്ലേ, കടലമാവും ഒരു കുറച്ച് അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ ആ ഒരു പൊടിയില്ലേ, അത് മറ്റേ പുട്ടുപൊടിയല്ല, അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അതായത് 1 കപ്പോളം കടലമാവിന് ഒരു 2 ടേബിൾ സ്പൂൺ പിന്നെ റൈസ് പൗഡർ ചേർക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കണം. കായപ്പൊടി ചേർത്ത്, കായപ്പൊടി മിസ്സാവാൻ പറ്റത്തില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യല്ലേ. കായപ്പൊടി ഇതിൻ്റെ അകത്ത് കായപ്പൊടി കൂടി ഇട്ടാലേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ നല്ലതായിട്ട് ബാറ്ററോടെ ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. എനിക്കിപ്പോൾ ഇവിടെ ഇത് കുറച്ച് കൂടുതൽ വെന്ത് പോയിട്ടുണ്ട്. ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങൾ ശരിക്കും കഴിക്കാൻ വേണ്ടി രാവിലെ ആക്കിയതാണ്. അന്നേരം അതിലധികം വന്നത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചെന്നാൽ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റിയാണ്. എന്നാലും ഞാൻ നേരത്തെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. എനിവേ നല്ല ടേസ്റ്റിയാണ്. കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് കഴിക്കാം. ഒരു സ്നാക്സായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല എണ്ണയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും. അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണുമ്പോഴേക്കും ബൈ.